എല്ലാവരും തഞ്ചാവൂർ പെരികോവിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് സുബി, 1000 വർഷങ്ങൾക്ക് മുന്നേ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ച 3 ക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. ഒന്ന് തഞ്ചാവൂർ പ്രദേശ ടെമ്പിൾ, രണ്ടാമത് ഗംഗൈകൊണ്ട ചോള ടെമ്പിൾ, പിന്നെ ഐരാവതേശ്വര ടെമ്പിൾ. ഈ 3 ക്ഷേത്രങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഇടം പിടിച്ച സ്ഥലങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഈ തഞ്ചാവൂർ പെരിയ കോവിൽ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ശില്പങ്ങളും ഒറ്റക്കല്ലിൽ നിർമ്മിച്ചാണെന്നാണ് നമ്മൾ കാണുന്ന എല്ലാ ശില്പങ്ങളും ഒറ്റക്കല്ലിൽ നിർമ്മിച്ചാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് കുറെ കൊത്തുപണികളും ശില്പങ്ങളും എഴുത്തുകളും മുദ്രകളും എല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിന്റെ ചോളരാജാക്കന്മാരുടെ ചരിത്രം ആകെ മൊത്തം പറഞ്ഞു കാണിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് കാണുന്നത്. അതോടൊപ്പം ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിയായിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഏത് നമ്മുടെ ചോള രാജവംശം എന്ന് പറയുന്നത്. അവരുടെ ചരിത്രം പറഞ്ഞു വെക്കുന്ന ഈ അമ്പലം വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ ചരിത്ര പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് എല്ലാവരും തഞ്ചാവൂർ പെരിയ കോവിലിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ വന്ന് കണ്ടപ്പോഴും വളരെ ഭംഗിയായിട്ടും വളരെ ആകർഷണീയമായിട്ടും നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പൊ എല്ലാവരും വന്ന് കാണുക. തഞ്ചാവൂർ പെരിയ കോവിലിൽ വരാനുള്ളതും ഇവിടെ കാണാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.